ഇന്ന് നമുക്ക് ഒരു അമൃത്സരി ചോല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത അരക്കപ്പ് ചനയും 2 ഏലക്കയും 4 ഗ്രാമ്പും ഒരു പട്ടയും ഒരു ബേ ലീഫും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച കട്ടൻ ചായയും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം ആംചൂർ പൗഡറും ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ചന ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കറിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി തടുക്ക ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ നെയ്യ് ചൂടാക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തടുക്ക കറിയിലേക്ക് ചേർക്കാം. ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി.